കാലിനു ദീപം വചനധ്യാനത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തനങ്ങൾ 84 3 വാക്യം. കുരുകിൽ ഒരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. കോരഹപുത്രന്മാരുടെ വളരെ മനോഹരവും ശക്തവുമായിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ് സങ്കീർത്തനം 84. ആ സങ്കീർത്തനത്തിന്റെ 5 വാക്യത്തിൽ കോരഹപുത്രന്മാർ പറയുന്നു, ബലം നിന്നിലുള്ളവർ ഭാഗ്യവാന്മാർ, ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. നാം ഈ ഭൂമിയിൽ ആരെയാണ് ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത്? പലപ്പോഴും ഭൗതിക നന്മകളുടെ അടിസ്ഥാനത്തിൽ നാം ഭാഗ്യത്തിന്റെ അളവുകോൽ നിശ്ചയിക്കുമ്പോൾ ഇവിടെ കോരഹപുത്രന്മാർ ധൈര്യത്തോടെ വിളിച്ചു പറയുന്നു, ബലം യഹോവയിൽ ഉള്ളവരാണ് ഭാഗ്യവാന്മാർ. ഈ ഭൂമിയിൽ ഭാഗ്യത്തിന്റെ അടിസ്ഥാനമായി നാം ധനവും മാനവും പ്രശസ്തിയും മക്കളുടെ ഉയർച്ചയും നമ്മുടെ എല്ലാ കായിക ശക്തികളും നേട്ടങ്ങളും പുരസ്കാരങ്ങളും പ്രശസ്തികളും ഒക്കെ ഭാഗ്യാവസ്ഥയായിട്ട് നാം സംസാരിക്കാറുണ്ട്. എന്നാൽ ഈ പ്രശസ്തരും ധനവാന്മാരും ആയ പലരും തങ്ങളുടെ ജീവിതത്തിൽ ബലം നഷ്ടപ്പെട്ടു, മനോബലം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന അവസരത്തിൽ ഒരു സെക്കൻഡിനുള്ളിൽ അല്ലെങ്കിൽ നൊടിയിടയ്ക്കുള്ളിൽ തങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കുന്ന അതിദാരുണമായ ജീവിതാനുഭവങ്ങൾ ഒരുപാട് നാം കേട്ടിട്ടുണ്ട്, കേട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പണമോ പ്രശസ്തിയോ കായിക ബലമോ ഒന്നും ഒരു മനുഷ്യന് തന്നെ മനോബലം നൽകുന്നില്ലെന്ന് ഇത്തരത്തിലുള്ളവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. ആ പശ്ചാത്തലത്തിൽ 84 സങ്കീർത്തനത്തിന്റെ 3 വാക്യം നൽകുന്നത് എത്ര ശക്തമായ അനുഭവങ്ങളാണ്. അതിൻ്റെ 5 വാക്യം നൽകുന്നത് എത്ര ധൈര്യമാണ്. ബലം നിന്നിലുള്ള മനുഷ്യർ ഭാഗ്യവാന്മാർ, ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. ആരാണ് കോരഹപുത്രന്മാർ? സംഖ്യാപുസ്തകം 16 അധ്യായത്തിന്റെ 31, 32 തുടങ്ങിയ വാക്യങ്ങളൊക്കെ നാം വായിക്കുകയാണെങ്കിൽ ദൈവകോപത്തിന് പാത്രമായിട്ട്, ദൈവത്തിന്റെ ശക്തമായ ശിക്ഷയ്ക്ക് പാത്രമായി ഭൂമി പിളർന്ന് വിഴുങ്ങപ്പെട്ട ഒരു പിതാക്കന്മാരുടെ സന്തതി പരമ്പരയത്രേ കോരഹപുത്രന്മാർ. കോരഹിനെ അവനോട് ചേർന്ന് നിന്ന പലരെയും ദൈവം തൻ്റെ കോപത്തിൽ ഒട്ടും ദാക്ഷിണ്യം കാണിക്കാതെ ഭൂമി പിളർന്ന് ഭൂമിയിലേക്ക് വിഴുങ്ങിക്കളയുന്ന ഒരു അവസ്ഥ നമുക്കവിടെ വായിക്കാം. അവർ ചെയ്ത തെറ്റ് ദൈവം നിയോഗിച്ചാക്കിയ മോശയുടെയും അഹരോന്റെയും ദൈവിക പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ചു. ദൈവിക പ്രവർത്തനങ്ങളെ അവർ വിരോധമായി നിന്നു. ആ ദൈവിക പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അവർ തടസ്സം നിന്നു. ഇത്തരുണത്തിൽ മോശ സങ്കടത്തോടുകൂടി ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം പറയുന്നുണ്ട്, കോരഹിനെയും അവന്റെ വാസസ്ഥലത്തെയും വിട്ട് നിങ്ങൾ മാറിപ്പോക്കൊള്ളുക, ദൈവത്തിന്റെ കോപത്തി അവിടെ വരും. അങ്ങനെ തൻ്റെ പിതാക്കന്മാർ ദൈവത്തോട് മത്സരിച്ച്, ദൈവിക പ്രവർത്തികളോട് മത്സരിച്ച് ദൈവ കോപത്തിന്റെ ശിക്ഷ അനുഭവിക്കുന്നത് കണ്ട ഒരു തലമുറ അവിടെ വ്യക്തമായി പറയുന്നുണ്ട്, അവർക്ക് മരണം സംഭവിച്ചില്ല. കോരഹിന്റെ പുത്രന്മാർക്ക് എന്നാൽ ഇത് സംഭവിച്ചില്ല. കാരണം അവർ പിതാക്കന്മാരുടെ ഈ പ്രവൃത്തികളോട് ചേർന്ന് നിന്നില്ല. അവരോട് ചേർന്ന് നിൽക്കാത്ത ആരും ഭൂമി പിളർന്ന ആ ദാരുണ സംഭവത്തിന് സാക്ഷികളായില്ല, അതിൻ്റെ അനുഭവക്കാരായില്ല എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പിതാക്കന്മാർ ഭൂമിയുടെ ഉള്ളറകളിലേക്ക് മാറ്റപ്പെട്ടപ്പോൾ പുത്രന്മാർ അവിടെ നിന്ന് മാറിപ്പോയത് കൊണ്ട്, അവർ ദൈവത്തിൽ ആശ്രയിച്ച് നിന്നതുകൊണ്ട് അവരെ ദൈവം ഉയർത്തി ആരാധനക്കാരായി, പാട്ടുകാരായി, ദേവാലയങ്ങളിലെ സംഗീതക്കാരായി അഭിഷേകം ചെയ്ത് ഉയർത്തുന്ന കാഴ്ചയാണ് നമുക്ക് കോരഹപുത്രന്മാരുടെ ജീവിതത്തിലൂടെ കാണാൻ പോകുന്നത്. പിതാക്കന്മാരുടെ ശാപം മക്കളിലേക്ക് വരേണ്ട യാതൊരാവശ്യവുമില്ല എന്ന് കോരഹപുത്രന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. പ്രൊവൈഡഡ് അവർ പിതാക്കന്മാരുടെ പാത പിന്തുടരാതെ ദൈവീക സാന്നിധ്യത്തിൽ നിൽക്കുകയാണെങ്കിൽ, ദൈവത്തോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ പഴയ കണക്കുകളൊന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല. അപ്രകാരം ആരാധനക്കാരായിട്ട്, സംഗീതക്കാരായിട്ട്, പാട്ടുകാരായിട്ട് ഉയർത്തപ്പെട്ട കോരഹപുത്രന്മാരുടെ ശക്തമായ സങ്കീർത്തനമാണ് 84 സങ്കീർത്തനം. 84 സങ്കീർത്തനത്തിൽ പ്രകൃതിയിലെ വളരെ ചെറിയ 2 പക്ഷികളായ
കുരികിലിനെയും മീവൽ പക്ഷിയെയും ഉദാഹരണമായി ചേർത്ത് പിടിച്ചുകൊണ്ട് കോരഹപുത്രന്മാർ പറയുന്നു, അവർ വാസസ്ഥലം കണ്ടെത്തിയിരിക്കുന്നത് ശക്തമായ ഒരു കേന്ദ്രത്തിലാണ്. അവർ തങ്ങളുടെ വാസസ്ഥലവും കൂടും ഉറപ്പിച്ചിരിക്കുന്നത് ഇളകാത്ത ഒരിടത്താണ്. അതെവിടെയാണ്? തന്റെ യാഗപീഠങ്ങൾ തന്നെ. സങ്കീർത്തനം 84:3, കുരികിലൊരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും എൻ്റെ ദൈവമേ, സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. കുരികിലിനെ പറ്റി പറയുകയാണെങ്കിൽ പക്ഷികളിൽ വെച്ച് ഏറ്റവും ചെറുതാണ് കുരികില്. യേശു കർത്താവ് തന്റെ വചന ശുശ്രൂഷയിൽ കാശിന് 2 കുരികിലിനെ വിൽക്കുന്നതിനെ പറ്റി പരാമർശിക്കുന്നുണ്ട്. അതായത് അന്നത്തെ വിലവ്യവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ അല്പം പോലും വിലയില്ലാത്ത ഒരു പക്ഷിയാണ് കുരികിൽ. അതായത് ദരിദ്രന്റെ ഭക്ഷണമായി മാറിയിരിക്കുന്ന ഒരു പക്ഷിയാണ് കുരികിൽ. വലുപ്പത്തിലും ചെറുത്, വിലയിലും ചെറുത്. അങ്ങനെയുള്ള കുരികിലിന് ഈ ഭൂമിയിൽ നിലനിൽപ്പുണ്ടാകണമെങ്കിൽ ശക്തമായ ഒരിടത്ത് അഭയം കണ്ടാലേ പറ്റൂ എന്നത് മനസ്സിലായി. മറ്റു പക്ഷികളോടും മറ്റു മൃഗങ്ങളോടും ഏറ്റുമുട്ടുവാനുള്ള ത്രാണിയോ ശക്തിയോ ബലമോ ഒന്നുമില്ലാത്ത കുരികിൽ തൻ്റെ വാസസ്ഥലം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് സേഫായിട്ട് സുരക്ഷിതമായിട്ട് ഒരു കൂട് ഉറപ്പിച്ചിരിക്കുന്നത് യഹോവയുടെ യാഗപീഠത്തിലാണ്. എന്താണ് യഹോവയുടെ യാഗപീഠം? യഹോവയുടെ സാന്നിധ്യമുള്ള ഇടമാണ് യഹോവയുടെ യാഗപീഠം. ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി നിൽക്കുന്ന ഇടമാണ് യാഗപീഠം. ഇത്തരം ചെറിയ ഒരു പക്ഷിക്ക് പോലും ദൈവ സാന്നിധ്യത്തിൽ സുരക്ഷിതത്വമുണ്ടെങ്കിൽ ദൈവത്തിന്റെ സ്വന്തം സാദൃശ്യത്തിലും രൂപത്തിലും സൃഷ്ടിച്ച് അവന്റെ ജീവശ്വാസം മൂക്കിലൂതിയിരിക്കുന്ന തൻ്റെ പ്രിയ മക്കളായ നമുക്ക് ദൈവസന്നിധിയിൽ എത്രമാത്രം സുരക്ഷിതത്വമുണ്ട്. പലപ്പോഴും ഇത് മറന്നു പോയിട്ടാണ് നാം അലമുറയിട്ട് കരയുന്നവരായി തീരുന്നത്. ഇവിടെയാണ് കുരികിലിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് കോരഹപുത്രന്മാർ പറയുന്നത്, കുരികിൽ തനിക്കൊരു വീടും മീവൽ പക്ഷി തനിക്കൊരു വാസസ്ഥലവും യഹോവയുടെ യാഗപീഠത്തിൽ കണ്ടെത്തിയിരിക്കുന്നു. വിലയില്ലാത്തതിന് പോലും ദൈവസന്നിധിയിൽ വിലയുണ്ടെന്ന് ഈ സങ്കീർത്തനക്കാരൻ നമ്മെ ഇന്ന് പ്രഭാതത്തിലും ഓർമ്മിപ്പിക്കുന്നു. നാം ഈ ഭൂമിയിൽ ഈ സമൂഹത്തിൽ അല്പം പോലും വിലയില്ലാത്തവരാണെന്ന് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടാകും. കുരികിലിനെ പോലെയുള്ള അവസ്ഥയിലാണ്. എന്നെ മാനിക്കുവാൻ ആരുമില്ല, എനിക്ക് ശക്തിയില്ല. പക്ഷെ എനിക്ക് ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ സാന്നിധ്യമുള്ളിടത്ത് എനിക്കൊരു വിലയുണ്ടെന്ന് കുരികിൽ പഠിപ്പിക്കുന്നു. മറ്റൊരു പക്ഷി, മീവൽ പക്ഷി, സ്പാരോയും സ്വാളോയും. കുരികിലിന്റെ ഇംഗ്ലീഷ് സ്പാരോ എന്നാണെങ്കിൽ മീവൽ പക്ഷി സ്വാളോസ് എന്നാണ് അതിനെ പറയുന്നത്. മീവൽ പക്ഷിയെക്കുറിച്ച് പക്ഷി നിരീക്ഷകർ പറയുന്നത് അല്പം പോലും സ്വസ്ഥതയില്ലാത്തൊരു പക്ഷിയാണ്. അതിനൊരിടത്തും ഒതുങ്ങി സമാധാനമായിട്ടിരിക്കാൻ സാധിക്കുകയില്ല. അത് സദാ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കും. ഒരിടവും സ്വസ്ഥത കിട്ടാത്തതും എന്നാൽ ദീർഘദൂരം ദേശാടനം നടത്തുന്നതുമായ ഒരു പക്ഷിയാണ് മീവൽ പക്ഷി. അത് സ്വസ്ഥത തേടി തേടി ദീർഘദൂരങ്ങളിലേക്ക് യാത്ര ചെയ്യുകയാണ്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു, ആ മീവൽ പക്ഷിയും ദൈവ സാന്നിധ്യത്തിലാണ് തൻ്റെ തലമുറയ്ക്കൊരു സുരക്ഷിതത്വം കണ്ടെത്തിയിരിക്കുന്നത്. ദീർഘദൂരം യാത്ര ചെയ്തു പോയാലും മീവൽ പക്ഷിക്ക് തിരിച്ച് ദൈവത്തിന്റെ യാഗപീഠത്തിൽ വന്ന് ആശ്വസിക്കുവാനായിട്ട് കഴിയുന്നു എന്ന് കോരഹപുത്രന്മാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് ആദ്യം വായിച്ച 5-ാം വാക്യം, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. നമ്മുടെ ബലം ഏതിലാണ്? നമ്മുടെ സമ്പത്തിലാണോ? നമ്മുടെ ആരോഗ്യത്തിലാണോ? നമ്മുടെ എഡ്യൂക്കേഷനിലാണോ? നമ്മുടെ മക്കളിലാണോ നമ്മുടെ ബലം? ഇതൊക്കെ മാറിപ്പോകുന്നതാണ്. മാറ്റമില്ലാത്തതും അനാദിയായും ശാശ്വതമായിരിക്കുന്ന ദൈവ സാന്നിധ്യത്തിലാണ് നാം ബലപ്പെടുന്നതെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്ന് സിയോനിലേക്കുള്ള പെരുവഴികൾ പുറപ്പെടും. നമ്മുടെ ജീവിതത്തിലും ഭാരങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ വരുമ്പോൾ, ദൈവ പൈതലായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും വരുമ്പോൾ മറ്റുള്ളവർ കരുതും നാം പെരുവഴിയിലാണെന്ന്. പക്ഷെ ഉറപ്പിക്കുക, ആ പെരുവഴിയുടെ അവസാനം സിയോനിലേക്കുള്ള പാതയാണ്. ആ പെരുവഴിയുടെ അവസാനത്തിൽ എന്തുണ്ട്? സിയോൻ നഗരത്തിലേക്കാണ് അത് ചെല്ലുന്നത്. എന്താണ് സിയോൻ നഗരം? ദൈവത്തിന്റെ ശാശ്വത ഭവനം, നിത്യതയാണ്. നാം ബലം ദൈവത്തിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ പെരുവഴിയിൽ കൂടെയുള്ള യാത്രയാണെങ്കിലും ആ പെരുവഴിയുടെ അവസാനം നമുക്കൊരു സിയോൻ നഗരം ഒരുക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ളവർ കണ്ണുനീർ താഴ്വരയിൽ കൂടി നടക്കുമ്പോൾ അതിനെ ജലാശയമാക്കി മാറ്റുന്നു. ഒരുപക്ഷെ ജീവിതം കണ്ണുനീരായിരിക്കും, പക്ഷെ ആ കണ്ണുനീരിലും ജീവന്റെ സമൃദ്ധിയും സ്വസ്ഥതയും ശാന്തതയുമുള്ള ജലാശയങ്ങളാക്കി മാറ്റുവാൻ കഴിയുന്ന ഒരുവനിലായിരിക്കണം നമ്മുടെ ബലം. മീവൽ പക്ഷിയെ പോലെയും കുരികിലിനെ പോലെയും
ദൈവ സാന്നിധ്യത്തിൽ നമുക്ക് ബലപ്പെടാം, ദൈവശക്തിയിൽ നമുക്ക് ശരണപ്പെടാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ധാരാളമായി ഏവരെയും സഹായിക്കട്ടെ.